എല്ലാ പെണ്ണുങ്ങളുടെ മുമ്പിലും നിന്റെ സൗന്ദര്യം കാണിക്കാൻ പാടില്ല പെണ്ണ്. കൊളപ്പാറച്ച പെണ്ണ് എല്ലാ പെണ്ണിന്റെ മുമ്പിലും പാടില്ല. ആണിന്റെ മുമ്പിൽ മാത്രമല്ല പെണ്ണിന്റെ മുമ്പിലും പാടില്ല. നിന്നെ പോലെ തഖ്വയുള്ള, നിന്നെ പോലെ റബ്ബിനെ പേടിയുള്ള, നിന്നെ പോലെ നിസ്കാരമുള്ള പെണ്ണുങ്ങളുടെ മുമ്പിലേ നിന്റെ സൗന്ദര്യം കാണാവൂ. ആ നാട്ടിലെ വഴി പഠിപ്പിക്കുന്ന ആ നാട്ടിലെ തമ്മാടികളായ പരപുരുഷന്മായി അരുതായ്മയുടെ ബന്ധമുള്ള പെണ്ണുങ്ങളുടെ മുമ്പ് നിന്റെ സൗന്ദര്യത്തെ കാണിക്കല്ല പെണ്ണേ. അല്ലാഹുവിന്റെ ഖുർആൻ എത്രയോ കണിതയോടെ പറയാ, ഭർത്താക്കന്മാരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ പെൺമക്കളുടെ കൂട്ടുകാരാരാ? ആ പെൺമക്കളുടെ കൂട്ടുകാരികൾക്ക് കാമുകന്മാരുണ്ടെങ്കിൽ അവർക്ക് രഹസ്യബന്ധമുണ്ട് എന്ന് പറയുന്നത് എന്തിനെന്നറിയോ? 2 ആഴ്ച മുമ്പ് കാസർഗോഡ് അടുത്ത് കാഞ്ഞങ്ങാട് നിന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണും ഒരാണും കൂടി ഒളിച്ചോടിപ്പോയി. അവര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാ. പോലീസ് കേസായി അന്വേഷിച്ചിട്ട് ഇതേവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണും പെണ്ണും കേരളത്തിൽ എവിടെയാണ് ഒളിച്ചു താമസിക്കുന്നത്? ആ പെണ്ണിന്റെ കോളിസ് പരിശോധിച്ചപ്പോ പോലീസ് ഉദ്യോഗസ്ഥര് ഞെട്ടിപ്പോയി. എത്രേ, ആ പെണ്ണിനും അവിടെ കൂടെയുള്ള പെണ്ണുങ്ങൾക്കും ഒരു പെണ്ണിന് തന്നെ 10ലധികം കാമുകന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാനിത് വർത്തമാനം പറയുന്നത് എന്തിനെന്നറിയോ? നാളെ നമ്മുടെ വീടിന്റെ കോലായിൽ പൊന്നുമക്കളുടെ ജഡം കെട്ടി തൂങ്ങി ആടാതിരിക്കാൻ, ഒരൽപ്പം വിശത്തിന് നിന്റെ മക്കളുടെ മൃതദേഹം കിടപ്പറയിൽ കാണാതിരിക്കാൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതുപോലെ പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചമാണ്. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കല. നമ്മുടെ മക്കൾ നാളെ ആവാതിരിക്കാൻ കാഞ്ഞങ്ങാട് മുബശ്ശിറ എന്ന 10ാം ക്ലാസ്സുകാരിയുടെ സ്ഥാനത്ത് കൊളപ്പാടത്തൊരു 10ാം ക്ലാസ്സുകാരി ആവാതിരിക്കാൻ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് പറയാ, ഖുർആൻ പറഞ്ഞതല്ലേ, ഔ നിസാഇഹിന്ന, എല്ലാ പെണ്ണുങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അന്യപുരുഷന്മാരുമായി അരുതായ്മയുള്ള ബന്ധമുള്ള പെണ്ണുങ്ങൾ നിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണോ, നിന്റെ പെൺമക്കളുടെ കൂട്ടുകാരിയാണോ, അവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി, അംറേ, ഈജിപ്തിലെ മുസ്ലിമത്തുകളായ പെൺകുട്ടികള് മോശ സ്വഭാവമുള്ള പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കടവിൽ കുളിക്കാൻ പോകുന്നെന്ന് വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങള് ചെമ്മാടി പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കടവിൽ പോകുന്നതിനെ വിലക്കണേ അംറേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ പിഴച്ച പെണ്ണുങ്ങൾ നിന്റെ ഭാര്യ പിഴപ്പിച്ചു കളയും. മഹാന്മാരതിനെ തഫ്സീറിൽ നിന്നെന്തെന്നറിയോ? ഈ പെണ്ണുങ്ങള് പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ അവരുടെ കാമുകന്മാരോട് വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കും. അപ്പൊ ആ പുരുഷന്മാർക്ക് ഈ പെണ്ണിനോട് ആഗ്രഹമുണ്ടാവും. അവളെ ചതിക്കുടിയിൽ വീഴ്ത്താനവര് വരനെയ്യുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ പെൺമക്കളുടെ കൂട്ടുകാരികളെ മോശ സ്വഭാവമുള്ളവരാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല. ഇത് വാക്ക് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കോ. എന്നാ ഖുർആന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാ, കേരളത്തിൽ നടന്ന മുഴുവൻ പെൺവാണിഭത്തിന്റെയും കഥയുടെ പിന്നാമ്പുറം ചകഞ്ഞു നോക്കിയാൽ ആ പെൺവാണിഭത്തിന് മുഴുവന് പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തത് അവിടുത്തെ പെണ്ണുങ്ങളാ. കോട്ടയം മെഡിക്കൽ കോളേജിൽ 80% കത്തിക്കരിഞ്ഞ പാതി മൃതദേഹം പോലെ മരണത്തെ കാത്തുകിടന്ന കോട്ടയത്തെ അനക എന്ന നമ്പൂതിരി പെൺകുട്ടി, ഒരു പാവപ്പെട്ട നമ്പൂതിരിയുടെ വീട്ടിൽ പിറന്ന പെൺകുട്ടിയെ 40ലധികം പുരുഷന്മാർക്ക് കാഴ്ചവെച്ചു കൊടുത്ത് അവസാനം ആ നമ്പൂതിരി പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാസന്ന നിലയിൽ 80% കത്തിക്കരിഞ്ഞ ശരീരവുമായി കിടക്കുമ്പോ കിളിരൂരിലെ അനകയെ കൂട്ടിക്കൊടുത്തവളുടെ അമ്മയുടെ കൂട്ടുകാരി ലതാ നായരാ. ആ അമ്മയുടെ കൂട്ടുകാരി ലതാ നായരാ. കിളിരൂരെ ശാരിയവിടെ, കവിയൂരെ അനകയവിടെ, സൂര്യനെല്ലിയിൽ പിച്ചി ചീന്തപ്പെട്ട പെണ്ണെവിടെ. കേരളത്തിന്റെ ഇന്നലകളുടെ കഴുകൻ കണ്ണുകളുടെ ശവപ്പറമ്പുകള് പെണ്ണിന്റെ മാംസത്തെ 40നും 400നും പകത്തി കൊടുത്തത് അവരുടെ വീടുമായി ബന്ധം സ്ഥാപിച്ച പെണ്ണുങ്ങളാണെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണേ. ഔ നിസാഇഹിന്ന
വഴിപടച്ച പെണ്ണുങ്ങളുമായിട്ട് അവർക്ക് കൂട്ടുകൂടാൻ അവസരം കൊടുക്കരുത്. തീർന്നില്ല. ഇനിയൊരു പെണ്ണിനാരോടൊക്കെ സഹകരിക്കാം. അവിത്താബീന വൈരിയുലിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയ വൃദ്ധന്മാരാണോ കുഴപ്പമില്ല. എല്ലാ വൃദ്ധന്മാരുമായിട്ട് സംസർഗം പാടില്ല. അവിത്താബീന വൈരിയുലിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയ വൃദ്ധന്മാര് കുഴപ്പമില്ല. തീർന്നില്ല. വിത്തിഫിലി കൊച്ചുകുട്ടികളുമായിട്ടും പാടില്ല. നിന്റെ പെണ്ണുങ്ങൾ, നിന്റെ പെൺമക്കൾ വേണമെങ്കിൽ കേട്ടാ മതി. ഇത് ലോകത്തോട് പറയുന്ന മുന്നറിയിപ്പാണ്. അവിത്തിഫിലി കൊച്ചുകുട്ടികളുമായിട്ടും പാടില്ല. എല്ലാ കൊച്ചുകുട്ടികളെയും വീട്ടിന് ബാലിക്ക് കൂട്ടിനിരുത്തി പോവരുത്. 10ാം ക്ലാസ്സുകാരന്റെ കൂടെ പോയ 45 വയസ്സുകാരി ഗർഭിണിയായി. റവാഹു മനോരമാവ മാതൃഭൂമിവ മാധ്യമം. ഈ കഴിഞ്ഞ ദിവസമാണ് 10ാം ക്ലാസ്സുകാരന്റെ കൂടെ ഒളിച്ചോടിയ 46 വയസ്സുകാരി ഗർഭിണിയായി. 14 വയസ്സുകാരന്റെ കൂടെ പോയ അധ്യാപിക ഒളിച്ചോടി. ഇതൊക്കെ ഇത് റവാഹു തിരുമതിയല്ല, ഇത് ബുഖാരിയല്ല. നമ്മളൊക്കെ ദിവസവും വായിക്കുന്നതല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവിത്തിഫിലി, നിന്റെ പെണ്ണുങ്ങളെ കുട്ടികളുമായി കൂട്ടുകൂടരുത്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാ? ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, കൃത്യമായിട്ട് അതിർവരമ്പിൽ നിർമ്മിച്ച ഒരു ഖുർആൻ വേറെയില്ല. അല്ലദീന യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ശരീരശാസ്ത്രം അറിയുന്ന കുട്ടികളുമായി സഹകരിക്കരുതേ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ഒരു കുട്ടിയും കൂടി മുറ്റത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കാറ്റടിച്ചു വീശി. ആ കാറ്റിൽപ്പെട്ടിട്ട് ആ പെണ്ണിന്റെ വസ്ത്രാഞ്ചലങ്ങൾ കാലിന്റെ ഭാഗത്ത് നിന്ന് മാറിയപ്പോ ആ നിൽക്കുന്ന കുട്ടി വസ്ത്രം മാറിയ ഭാഗത്തേക്ക് പെണ്ണിന്റെ കണങ്കാലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ 30 മുസാഫിനെ അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ്. അവിത്തിഫിലില്ലദീ ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. അതുകൊണ്ട് കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിന് പോലും അതിർവരമ്പുകൾ വേണമെന്ന് ലോകത്തിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.